ഈ ഒരു സമയത്ത് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ പിതാവായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു നിലയിലും എന്താണ് പറയാനുള്ളത്? ഭയങ്കരമായി ഇന്നസെന്റിന്റെ ഭാഷ കടമെടുത്താൽ തൃശ്ശൂർക്കാർ അർമാദിച്ചിട്ടാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് സന്തോഷം എങ്ങനെ അടക്കി വയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല. തട്ടിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണം അതോടൊപ്പം അതിൻ്റെ അനുമോദന ചടങ്ങിൽ വന്നപ്പോൾ എന്താ പറയുക, വികാരപരമായി ഞങ്ങളുടെ എല്ലാവരെയും മനസ്സ്. തൃശ്ശൂർ നഗരത്തിലെ അരിയങ്ങാടി എന്ന് പറയുന്ന ആ നഗരത്തിനുള്ളിൽ ജനിച്ച് ഒരു വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ് തട്ടിൽ പിതാവ്. അവിടെയുള്ള ചുമട്ട് തൊഴിലാളികൾ, പീഡിക തൊഴിലാളികൾ, അവരോടൊക്കെ തോളിൽ കൈയിട്ട് നടന്ന് തൃശ്ശൂർ പൂരപ്പറമ്പിലും അവിടെ വരുന്ന ആബാലവൃദ്ധ ജനങ്ങൾ, മറ്റു സമുദായങ്ങൾ ആളുകളോട് ഭയങ്കരമായി സ്നേഹവും അടുപ്പവും കാണിക്കുന്ന ആളാണ് തട്ടിൽ പിതാവ്. പാവങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. കൊണ്ടുകുളം പിതാവിൻ്റെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കൊണ്ടുകുളം പിതാവിൻ്റെ ആത്മീയ ദർശനം ഹൃദയത്തിൽ സ്വീകരിച്ച ആളുകളിൽ ഒരാൾ കൂടിയാണ് തട്ടിൽ പിതാവ്. അതുകൊണ്ട് തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ പരമോന്നത സ്ഥാനത്തെത്തിയതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭ കുറേയും കൂടി ഈ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ചില ഭിന്നാഭിപ്രായങ്ങളൊക്കെ യോജിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയും. അതിന് ആലഞ്ചേരി പിതാവിൻ്റെയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ തട്ടിൽ പിതാവിനുണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകം സന്തോഷമാണ്. ഞാനൊക്കെ തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂരിലെ ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര അഹങ്കാരവും അഭിമാനവും തോന്നുകയാണ്. ഞങ്ങളുടെ തട്ടിൽ പിതാവാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ തലവൻ. ഞങ്ങൾ ഹൃദയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സമർപ്പണമായി നിൽക്കുകയാണ്.